ഹർജിക്കാരനായ ഷോൺ ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഷോൺ ജോർജ്, CMRL പരിശോധന നടത്തി, KSIDCയിലും നടത്തി. അടുത്തത് എക്സാലോജിക്കിലേക്കാകുമോ എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണോ കരുതുന്നത്? 100%. നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയിൽ കേട്ടിട്ടുള്ള ഏറ്റവും ഹിറ്റ് ഡയലോഗുകൾ എന്ന് പറയുന്നത് ഒന്ന്, മടിയിൽ കനമില്ലാത്ത ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല, എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ തലകൾ ഉയർന്നിരിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എവിടെ പോയി ഈ മടിയിലെ കനം? മടിയിൽ കനമില്ലാത്ത മുഖ്യമന്ത്രിയുടെ മകളും എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഇവിടെ ഇന്നലെ എക്സാലോജിക്കിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇതേ ഡോക്യുമെന്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇന്ന് വീണ ആവശ്യപ്പെട്ട അതേ ഡോക്യുമെന്റ് തന്നെയാണ് ആ എക്സിബിറ്റ്. ഇവിടെ എക്സിബിറ്റ് 12 ആയിരുന്നു. ആ 12 സ്റ്റേ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ ഓർഡർ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്ന് അതിന്റെ മറ്റൊരു ഫലമായി ഇവിടെ ആ ഓർഡർ കിട്ടാതെ വന്നപ്പോൾ ബാംഗ്ലൂരിൽ എക്സാലോജിക്കിന്റെ പേരിൽ ഈ ഹർജി ഫയൽ ചെയ്യുന്നു. രണ്ടിനും ഒരേ മുഖം, ഒരേ അച്ചാണ്. അപ്പോ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഈ മടിയിൽ കനമില്ലാത്തവർ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാകുമോ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ? അല്ല, ഇപ്പം പത്രസമ്മേളനം നടത്തി ബാലൻ സഖാവിന്റെ അടുത്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? എൻക്വയറി പോരെ, ടൂട്ടോൾ എന്തിനാന്ന് കോടതി ചോദിച്ചത്? സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ കോട്ടലക്ഷ്യത്തിന് കേസ് കൊടുക്കേണ്ടതാണ്. കോടതി പറയാത്തൊരു കാര്യം, പൊതുസമൂഹത്തിൽ പത്രസമ്മേളനം നടത്തി കോടതിയുടെ പേരിൽ അഡ്രസ് പറയുന്നത് ഗുരുതരമായ കോട്ടലക്ഷ്യമായി കണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടതാണ്. ഞാനത് ചെയ്യാത്തത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട്, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കൊണ്ടാണ്. അദ്ദേഹം ഈ വീണ വിജയനെ പോലെയുള്ള ആളുകളെ ന്യായീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ ഗതികേട് ഓർത്തിട്ടുള്ള സഹതാപം കൊണ്ടാണ് ഇതിനെതിരെ പറയാത്തത്, ഞാൻ അതിനെതിരെ പരാതി കൊടുക്കാത്തത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കോടതി എന്താ പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാണ് KSIDCയുടെ ആപ്ലിക്കേഷൻ കോടതി മാറ്റിവെച്ചത്. ഒരു കാരണം ആ ഓർഡർ കൊടുത്തില്ല. എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടണം? നിങ്ങൾ എന്തിനാ പാനിക്കാകുന്നത്? കോടതി ചോദിച്ചു. കോടതി 210 എൻക്വയറി വന്നപ്പോൾ 212 അനുസരിച്ച് SFI എൻക്വയറിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഹാജരാക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്. അല്ലാതെ 210 പോരെ, 212 എന്തിനാണെന്നൊന്നും ഒരു കോടതിയും ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആളുകളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ഒരു തലമുതിർന്ന നേതാവാണ്, മുൻ നിയമമന്ത്രിയാണ്, അദ്ദേഹം ഒന്നും ഇങ്ങനെ ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം ഒന്നും ഇങ്ങനെ ആളുകളെ പൊട്ടം കളിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ ഷോൺ ജോർജ്, ഇന്നലെ KSIDC പറഞ്ഞൊരു കാര്യം, സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി, അത് നിയമാനുസൃതമല്ല, ഇത്തരത്തിൽ നോട്ടീസ് നൽകാതെയായിരുന്നു പരിശോധന എന്നൊക്കെയായിരുന്നു KSIDCയുടെ വാദങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്? ഇപ്പോൾ കോടതി അതിലൊരു തെറ്റും കാണാൻ കഴിയില്ല. കാരണം എക്സാലോജിക്ക് കർണാടകയിൽ ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്ത ബാംഗ്ലൂർ എന്നതിൽ അവർക്ക് അവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. താങ്കൾ ഉൾപ്പെടെ താങ്കൾക്ക് ഇതിന്റെ എല്ലാ രേഖകളും കയ്യിലുണ്ടായിരുന്ന ഒരാളാണ്, ഹർജിക്കാരനായതുകൊണ്ട് തന്നെ. ഇപ്പോൾ SFIO അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് തോന്നുന്നുണ്ടോ? അടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. വീണ വിജയൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് നോട്ടീസ് നൽകിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളല്ല ഞാനൊരു പരാതിക്കാരൻ മാത്രമാണ്. ഇത് ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ശരിയായ ദിശയിൽ പോകുന്നതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു ഹർജിയുമായി കോടതിയിലേക്ക് ഇവർ പോയത്. ശരിയായ ദിശയിലല്ലായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ എനിക്കിപ്പോ ഞാനൊരു പരാതിക്കാരൻ എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. കാരണം എന്റെ പരാതിയിന്മേൽ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന ദുർബല വാദമാണ് AK ബാലൻ ഉന്നയിക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്? ഇത്രയും ദിവസം ഹൈക്കോടതി ചോദിച്ചുകൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ SFIO ഇവരുടെ പെറ്റീഷണർ ആവശ്യപ്രകാരം SFIO ഓർഡർ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാണ് കഴിഞ്ഞ 24-ാം തീയതി കോടതി അവസാനിപ്പിച്ചത്. ഈ കേരള സമൂഹത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഓൺലൈനായിട്ട് കോടതിയുടെ കമന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം പത്രം വായിച്ചില്ലേ? അതോ TV കണ്ടില്ലേ? അതോ പറഞ്ഞു പഠിപ്പിച്ചത് പറയാൻ വിധിക്കപ്പെട്ട രീതിയിലേക്ക് ബാലൻ സാഹബിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടൊരു സഖാവ് തകർന്നോ എന്നോർത്ത് എനിക്ക് ദുഃഖമുണ്ട്. വളരെയധികം നന്ദി ഷോൺ ജോർജ്. കേസിലെ ഹർജിക്കാരനായ ഷോൺ ജോർജ് ആണ് പ്രതികരിച്ചത്. ഇപ്പോൾ